തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കപ്പെട്ട കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട കൂടുതൽ വോട്ടർമാർ രേഖകൾ ഹാജരാക്കി വോട്ട് ഉറപ്പാക്കേണ്ടി വരും. അതായത് മുൻപ് പറഞ്ഞതിനേക്കാൾ ഇരട്ടിയോളം വോട്ടർമാരാണ് യുക്തിപരമായ പിഴവുകൾ മൂലം വോട്ടവകാശം നഷ്ടപ്പെടാതിരിക്കാൻ രേഖകൾ ഹാജരാക്കേണ്ടി വരുന്നത്. മുൻപ് 19 ലക്ഷം ആളുകൾക്കാണ് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ നോട്ടീസ് തയ്യാറാക്കി വന്നപ്പോൾ അത് 37 ലക്ഷത്തോളമായി എന്നാണ് കണക്കുകൾ പറയുന്നത്. സംസ്ഥാനത്താകെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇതുവരെ 37 ലക്ഷം വോട്ടർമാർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ തന്നെ 13.5 ലക്ഷം വോട്ടർമാർക്ക് മാത്രമാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 14-നകം ബാക്കിയുള്ളവർക്കും നോട്ടീസ് ലഭിച്ച് ഹിയറിംഗ് നടന്നില്ല എങ്കിൽ വോട്ടർമാർ പലരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ആശങ്കയുമുണ്ട്. കരട് വോട്ടർ പട്ടികയിൽ 2.54 കോടി വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 37 ലക്ഷം വോട്ടർമാർക്ക് നോട്ടീസ് എന്ന് പറയുമ്പോൾ ആകെ വോട്ടർമാരിൽ 10% ആളുകളാണ് സ്വന്തം വോട്ടവകാശം തെളിയിക്കേണ്ടി വരുന്നത്. ഇതിൽ തന്നെ പകുതിയിലധികം പേർക്ക് ഇനിയും നോട്ടീസ് ലഭിച്ചില്ല എന്ന് പറയുന്നത് ആശങ്കാജനകമാണ്. ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകില്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും ഇത്രയധികം വോട്ടർമാർ നോട്ടീസ് ലഭിക്കാൻ ശേഷിക്കുന്നുണ്ട് എന്നത് സമയപരിധിക്ക് മുൻപ് ഇവർക്ക് വോട്ടവകാശം തെളിയിക്കാനാകുമോ എന്ന ആശങ്ക കൂടി ജനിപ്പിക്കുന്നതാണ്. ഫെബ്രുവരി 14 രേഖകൾ സമർപ്പിച്ച് വോട്ടവകാശം ഉറപ്പാക്കാനുള്ള അവസാന തീയതി. ഇതിനകം ശേഷിക്കുന്ന 24 ലക്ഷത്തോളം ആളുകൾക്ക് നോട്ടീസ് ലഭിച്ച് രേഖകൾ കൃത്യമാക്കി BLOമാർക്ക് റിപ്പോർട്ട് നൽകുകയോ ഹിയറിംഗിന് ഹാജരാകുകയോ ചെയ്തില്ല എങ്കിൽ ഇവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്നാണ് ആശങ്ക. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും മുൻപ് ഇതെല്ലാം തിരുത്തുകയും വേണം. SIRമായി ബന്ധപ്പെട്ട് വ്യാപകമായ ആശങ്കകൾ ഉയരുന്നുണ്ട്. SIRന്റെ ഭാഗമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 26 ലക്ഷം പേരുടെ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്രയധികം പേരുകൾ എങ്ങനെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നും CPM ചോദിക്കുന്നുണ്ട്. പേര് ചേർക്കാൻ ലഭിക്കുന്ന അപേക്ഷകളുടെ പട്ടിക പ്രസിദ്ധീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവയുടെ പകർപ്പ് നൽകാനും CPM അവകാശപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ 26,01,201 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടതായി പറയപ്പെടുന്നത്. ഇത് ദുരൂഹമാണ് എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിക്കുന്നു. സാധാരണ വോട്ടറായി പട്ടികയിൽ ഉൾപ്പെടുന്നതിന് ഫോം 6 ഉപയോഗിച്ചാണ് അപേക്ഷിക്കേണ്ടത്. പ്രവാസി വോട്ടറാകാൻ ഫോം 6A ഉപയോഗിക്കണം. മറ്റ് മാറ്റങ്ങൾക്ക് ഫോം 8A ആണ് ഉപയോഗിക്കേണ്ടത്. ഈ 3 രൂപത്തിലുള്ള ഫോമുകളും ഉപയോഗിച്ചെത്തിയ അപേക്ഷകളുടെ എണ്ണം അസാധാരണമാം വിധം വർദ്ധിച്ചതായാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ. ഇവിടങ്ങളിൽ 2 മുതൽ 6 ലക്ഷം വരെ അപേക്ഷകളാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം മുൻപ് പറഞ്ഞിരുന്നവരെക്കാൾ ഇരട്ടി എണ്ണം വോട്ടർമാർ പുറത്തു പോകുന്നതിൻ്റെ വക്കിൽ നിൽക്കുന്നു. ഇതാണ് ആശങ്കയുണ്ടാക്കുന്നത്. സാധാരണഗതിയിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. പലയിടങ്ങളിലും അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചപ്പോഴും BLOമാരുടെ വേരിഫിക്കേഷന് പോലും കാത്തു നിൽക്കാതെ തുടർ നടപടി സ്വീകരിക്കുന്നതുമാണ് എന്തോ കള്ളക്കളി ഇതിൽ നടക്കുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നത്. ഇന്നലെ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യവും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. SIR മുൻപ് നടന്നിട്ടുണ്ട് എങ്കിലും ഇതുപോലൊരു കോലാഹലം മുൻപ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. BLOമാർ എത്തുമ്പോൾ വോട്ടർമാർ സ്ഥലത്തില്ല എന്ന കാരണം പറഞ്ഞ് വൻതോതിൽ വോട്ടർമാർ വെട്ടിമാറ്റപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ചെറിയ പിഴവുകൾ പോലും പലർക്കും രേഖകൾ ഹാജരാക്കി വോട്ടവകാശം തെളിയിക്കേണ്ടി വരുന്നുണ്ട്. അതിൽ തന്നെ ഇത്തരത്തിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർ കൂടുതലും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് എന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. ഒരു വശത്ത് ഈ വോട്ട് വെട്ടൽ പ്രക്രിയ നടക്കുമ്പോഴും പുതിയ വോട്ടർമാർ വൻതോതിൽ ചേർക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ കണക്കാണ് MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പടി കൂടി കടന്ന് BJP ആണ് വൻതോതിൽ വോട്ടുകൾ ചേർക്കുന്നവർ എന്ന് തോമസ് ഐസക്കും ആരോപിച്ചു. മാത്രമല്ല BJP നിശ്ചയിച്ചിട്ടുള്ള ഏജൻസികൾ BLOമാരെ സ്വാധീനിച്ച് എതിരാളികളെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതായും ഐസക് ആരോപിക്കുന്നു. തമിഴ്നാട്, ഒഡീഷ, ബീഹാർ തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിലെ താമസക്കാരും കേരളത്തിൽ സ്ഥിര താമസമില്ലാത്തവരും ഇതര സംസ്ഥാനത്തുള്ള തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ധാരാളം പേരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമമുണ്ടായതായി ആക്ഷേപമുണ്ട്. ചില നിയമസഭാ മണ്ഡലങ്ങളിലെ 10,000-ലേറെ വോട്ടർമാരെ മറ്റൊരിടത്തേക്ക് മാറ്റിയതായും CPM ആരോപിക്കുന്നുണ്ട്. കേരളമാണ് പൗരന്മാരുടെ വോട്ടവകാശം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ സംസ്ഥാനം. കേരളത്തോളം താൽപ്പര്യം മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്നുമില്ല.
കേരളത്തിലെ ഏതാണ്ട് എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും SIR പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പോരാതെ വന്നാൽ മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ കൂടി വർക്ക് അറേഞ്ച്മെന്റ് നടത്തി SIRന്റെ ഭാഗമാക്കുന്നുമുണ്ട്. അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും മാറ്റങ്ങൾ വരുത്താനുമുള്ള അപേക്ഷകൾ സ്വീകരിക്കാത്ത BLOമാരെ സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ കളക്ടർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം നൽകി. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സ്വമേധയാ നടപടി സ്വീകരിക്കുകയുമാകാം. വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ട് BLOയുടെ മേലധികാരികൾക്ക് കളക്ടർ ശുപാർശ നൽകുകയും നടപടി 6 മാസത്തിനകം കമ്മീഷനെ അറിയിക്കുകയും വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രിമിനൽ കുറ്റങ്ങൾക്ക് BLOക്കെതിരെ കേസെടുക്കാൻ CIയുടെ അനുമതിയോടെ കളക്ടർക്ക് നിർദ്ദേശം നൽകാമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ നേരിട്ട് നൽകുന്ന അപേക്ഷകൾ BLOമാർ സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും നിലവിലുണ്ട്.